ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇറച്ചിയില്ലാത്ത ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം 3 സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, 2 തക്കാളി, 1/2 കിലോ ചേനയുണ്ടിത്. അത് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പെട്ടെന്ന് വേകുന്ന ചേനയാണ്. തക്കാളി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വെച്ചേക്കണതാണ്. അപ്പോൾ ഈ ചേനയൊക്കെ കഴുകി വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടപ്പത്തേക്ക് വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ഓരോ ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി നമുക്കിത് മുളകൊക്കെ മൂപ്പിക്കുമ്പം അതിലിടാനുള്ളതാണ്. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊന്ന് മൂടി വെക്കണം. ഇതിരുന്ന് നല്ലപോലെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. കനം കുറച്ച് അരിയണേ. ഇനി പച്ചമുളകും കൂടെ നീളത്തിൽ കീറിയിടാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മൂന്നല്ല 4 എണ്ണം ഉണ്ട്. ചെറിയ സൈസാണ്. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണേ. പതുക്കെ തരിതരിപ്പോട് കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. ഈ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 10 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 10 അല്ലി, ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകരുത്. ഇതുപോലെ നല്ല തരിതരിപ്പോട് കൂടി എടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന തക്കാളി, അതിൻ്റെ ആ തൊണ്ടൊന്നങ്ങോട്ട് പൊളിച്ച് കളയണേ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്നിങ്ങോട്ട് പറിച്ചെടുത്താൽ മതിയേ. ആ തൊലി ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ഇതുപോലെ തൊലി പൊളിച്ചെടുക്കണേ. ചൂടുവെള്ളത്തിലിട്ടിട്ട് പതുക്കെ ഒന്നും കൂടി തിള വന്നാൽ മതി. അപ്പം തന്നെ തക്കാളി വെന്ത് കിട്ടുവേ. ഇനി നമുക്കിത് ഒന്നടിച്ചെടുക്കാം. പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. കണ്ട് ഇതുപോലെ ഇരിക്കും. അപ്പം നമ്മുടെ ചേന വെന്തോന്നൊന്ന് നോക്കാം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വെന്തിട്ടില്ല. നമുക്കൊന്നും കൂടെ അടച്ചു വെക്കാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. തീ എപ്പോഴും കുറച്ചിടണേ. എന്താണെന്ന് വെച്ചാൽ ചേന പെട്ടെന്ന് അങ്ങോട്ട് അടുക്കി പിടിക്കുവേ. വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല പൊടി പോലെ വെന്ത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. വേറൊരു ചട്ടി അടപ്പത്ത് വെക്കാം. ചട്ടി നല്ലതുപോലെ ചൂടാവട്ടെ.
ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. എണ്ണ നല്ലതുപോലെ ചൂടാവണം. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കണേ. കടുക് നല്ലതുപോലെ പൊട്ടണം. കടുകൊക്കെ പൊട്ടുന്നുണ്ട്. എന്നിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ആ ഒരു പച്ച മണമൊന്ന് മാറിക്കിട്ടട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മൂക്കട്ടെ. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് അങ്ങോട്ട് വഴണ്ടി കിട്ടുമേ. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അടിക്കൊന്നും പിടിക്കാതെ ഇളക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അത് നല്ലപോലെ മൂത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ അടിക്കൊന്നും പിടിക്കില്ല. ഇതിലേക്ക് 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ലപോലെ മൂക്കട്ടെ. അപ്പം നമ്മുടെ സവാളയുടെ നിറമൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണേ എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമ്മൾ ആദ്യമേ ഇട്ടതാണ് ചേന വേവിച്ചപ്പോൾ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ പച്ച മണമൊന്ന് മാറിക്കിട്ടട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നമ്മൾ ചേനയിൽ ഇട്ടിരുന്ന് ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഇത് പിരിയൻ മുളകും നമ്മുടെ എരിവുള്ള മുളകും കൂടെ പൊടിച്ചതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ മൂക്കട്ടെ. തീ എപ്പോഴും കുറച്ചിട്ടിട്ട് വേണേ. ഈ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും തീ കുറച്ചിട്ടില്ലെങ്കിൽ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കണേ. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ തക്കാളി അടിച്ചത് അധികം മൂക്കൊന്നും വേണ്ട. നമ്മളത് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടാലോ അടിച്ചെടുത്തത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ.
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇനി ഇത് അടിക്കൊന്നും പിടിക്കില്ല. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി. നല്ലപോലെ ഇളക്കണേ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. നമ്മുടെ ചേനയിൽ അധികം വെള്ളമൊന്നുമില്ല. ചേന നല്ലതുപോലെ വറ്റിച്ചെടുത്തത്. എല്ലാം നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒത്തിരി അങ്ങോട്ട് ബലം കൊടുക്കാതെ പതുക്കെ ഇളക്കണേ. ആ ഗ്രേവിയൊക്കെ മസാലകളെല്ലാം ചേനയിലേക്ക് പിടിക്കട്ടെ. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ചേനയിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഒത്തിരി ചാറൊന്നും ആക്കുന്നില്ല. ഒരല്പം ഒരര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അര ഗ്ലാസ് ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണേ. ഒത്തിരി വെള്ളം അങ്ങോട്ട് ആവണ്ട. നല്ല കുറുകിയിരിക്കണ പാകമായിരിക്കണേ. പിന്നെ നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്കൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണേ. അപ്പോൾ ആ ഉപ്പും മസാലയൊക്കെ ചേനയിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിക്കട്ടെ. 2 സെക്കൻഡ് നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നല്ല കുറുകുറാന്നിരിക്കുന്ന ഗ്രേവിയാണ്. അപ്പോൾ ചേന കിട്ടുമ്പം എല്ലാവരും ഇതേപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ഇറച്ചിക്കറിയുടെ രുചിയാണ്. ഇനി അവസാനം നമുക്കിതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹോമി മെയ്ഡിൻ്റെ വക ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.